വിവാഹമെന്നത് ഓരോ കുടുംബത്തിനും വലിയൊരു പ്രതീക്ഷയും ആഘോഷവുമാണ്. രണ്ടു വീടുകളിലും അതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഒരവസാന പ്രധാനമായ ഷോപ്പിംഗ്, സുഹൃത്തുക്കളെ വിളിക്കുന്ന തിരക്കുകൾ, വീട് ചുറ്റും അലങ്കാരങ്ങളും സന്തോഷമുറഞ്ഞ ചർച്ചകളും. രണ്ടു കുടുംബങ്ങളും സ്വന്തം മക്കളുടെ പുതിയ ജീവിതം തുടങ്ങാനായുള്ള പ്രതീക്ഷകളിലായിരുന്നു. എന്നാൽ ആ സന്തോഷം ഒറ്റ രാത്രി കൊണ്ട് മറിഞ്ഞു. അപ്രതീക്ഷിതമായിട്ടാണ് മക്കളുടെ മരണവാർത്ത അവരുടെ മാതാപിതാക്കളെ തേടിയെത്തിയത്. വിവാഹ മുന്നൊരുക്കങ്ങൾക്കിടെ സൗദി അറേബ്യയിലെ അൽ ഉലയ്ക്ക് സമീപം കാറപകടത്തിൽ പ്രതിശ്രുതവരനും വധുവും മരിക്കാനിടയായ സംഭവത്തിൽ ടീനയെ ബൈജുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംഭവം നടന്ന് 64 ദിവസത്തിനു ശേഷമാണ് വയനാട് സ്വദേശിയായ ടീനയുടെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നത്. പ്രതിശ്രുതവരൻ അമ്പലവൽ കുറ്റിക്കൈത ഇളയെടത്തുമടത്തിൽ അഖിൽ അലക്സിന്റെ മൃതദേഹം 4 ദിവസം മുൻപാണ് നാട്ടിലെത്തിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് അപകടം നടന്നത്. വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇരുവരും കാറിൽ യാത്ര ചെയ്തത്. അപകടത്തിൽ 2 കാറുകളും പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനാഫലം വൈകിയതാണ് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ താമസിച്ചതെന്നാണ് അറിയുന്നത്. 4 മാസം മുൻപാണ് ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചത്. വിവാഹത്തിനാവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാനാണ് അഖിൽ ടീനയുടെ അടുത്തേക്ക് പോകുന്നത്. വിവാഹശേഷം അഖിലിനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ശ്രമവും ടീന ആരംഭിച്ചിരുന്നു. ബൈജുവിന്റെയും നിസിയുടെയും മൂത്ത മകൾ ടീനയ്ക്ക് 1.5 വർഷം മുൻപാണ് സൗദിയിലേക്ക് നഴ്സ് വിസ ലഭിക്കുന്നത്. ബൈജു നടവയലിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ്. നിസി പ്രദേശത്തെ അച്ചാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ടീന. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വിളിക്കുന്ന മകൾ 2-ന് രാത്രി വിളിച്ചില്ല. അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കിയെങ്കിലും എടുത്തില്ല. തുടർന്ന് കൂട്ടുകാരിയെ വിളിച്ചപ്പോഴാണ് അപകട വിവരം വീട്ടുകാർ അറിയുന്നത്. അപ്പോഴും മരണം അറിഞ്ഞിരുന്നില്ലായിരുന്നു. പിന്നീടാണ് മദീനയിലെ മലയാളി സംഘടനാ പ്രവർത്തകർ മരണവിവരം കൈമാറുന്നത്. ട്വിങ്കിളാണ് സഹോദരി. അമ്പലവലൽ കുറ്റിക്കൈത ഇളയടത്തുമടത്തിൽ അഖിൽ അലക്സിന്റെ മൃതദേഹം നോർക്കയുടെ സഹായത്തോടെ 4 ദിവസം മുൻപാണ് നാട്ടിലെത്തിച്ചത്. പറമ്പിൽ പണിയെടുത്തും പശുവിനെ നോക്കിയും ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു അഖിലിൻ്റേത്. വെല്ലൂരിലെ ബിരുദ പഠനത്തിനു ശേഷം വിദ്യാർത്ഥി വിസയിലാണ് അഖിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. പഠനത്തിനിടെ ജോലി ചെയ്തായിരുന്നു ജീവിതം. 2.5 വർഷം മുൻപാണ് അഖിലിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ലഭിക്കുന്നത്. ഇതിനിടെ അനിയൻ ഡെനിൽ അലക്സും ഇംഗ്ലണ്ടിലെത്തി. 4 മാസം മുൻപ് നടവയൽ സ്വദേശി ടീനയുമായി അഖിലിന്റെ വിവാഹവും ഉറപ്പിച്ചു. കഷ്ടപ്പാടുകളിൽ നിന്നും കുടുംബമെല്ലെ കരകയറി വരുന്നതിനിടെയാണ് അഖിലിന്റെയും പ്രതിശ്രുതവധു ടീനയുടെയും മരണവാർത്ത എത്തുന്നത്. അമ്പലവയൽ സെന്റ് മാർട്ടിൻസ് പള്ളിയിലായിരുന്നു അഖിലിന്റെ സംസ്കാരം. അപകടത്തിൽ ഇരുവരുടെയും പാസ്പോർട്ടുകളും മറ്റു രേഖകളും കത്തി നശിച്ചിരുന്നു. KMCC വെൽഫെയർ വിംഗ് പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമാണ് ഏറെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും നിയമ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലെത്തിച്ചത്. നോർക്കയും സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള വിമാന ചിലവടക്കം വഹിച്ചത് ഇന്ത്യൻ എംബസിയായിരുന്നു. അപ്രതീക്ഷിതമായ മരണം 2 കുടുംബത്തെയും തളർത്തി കളഞ്ഞിരിക്കുകയാണ്. ആഘോഷം നിറയേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ കണ്ണീർ മാത്രമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.